നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നതുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. മർക്കോസ് 12:14. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് നാം ഇവിടെ കാണുന്നത്. അവൻ മുഖം നോക്കാതെ സംസാരിക്കുന്നു. രാജാവിനോടായാലും ഗവർണറോടായാലും പടയാളിയോടായാലും തന്നോട് എതിർത്ത് നിൽക്കുന്നവരോടായാലും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സംസാരം അത് മുഖം നോക്കാതെയുള്ള സംസാരമാണ്. അവർ പറയുന്നത് യേശു ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുന്നതിന് കർത്താവായ യേശു തിരുവെഴുത്തുകളിൽ നിന്നുമാണ് ഉദ്ധരിക്കുന്നത്. സ്വന്തം ആശയമോ വെളിപ്പാടോ ഒന്നും അവതരിപ്പിക്കുകയല്ല. തിരുവെഴുത്തുകളിൻ പടി, തിരുവെഴുത്തുകളെ ആധാരമാക്കി പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി, പൂർവ്വപിതാക്കന്മാരുടെ ജീവിത രീതികൾ, പ്രവാചക പുസ്തകത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നുമെല്ലാം ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുകയാണ് യേശു. കലർപ്പില്ലാതെ താൻ വചനം സംസാരിക്കുന്നു. പദ്യോപദേശം സംസാരിക്കുമ്പോൾ ആരുടെയും മുഖം നോക്കി സംസാരിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം വസ്തുനിഷ്ഠമായി കൃത്യമായി സത്യമായി പഠിപ്പിക്കുകയാണ് യേശു ചെയ്യുന്നത്. എന്ന് കരുതി യേശു ഒരു കാർക്കശ്യക്കാരനാണ് എന്ന് കരുതരുത്. ഒരു അഹംഭാവം നിറഞ്ഞ മനുഷ്യനാണ് എന്ന് കരുതരുത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ലാവണ്യ വചനങ്ങളായിരുന്നു എന്ന് നാം വചനത്തിൽ കാണാം. അവൻ മനുഷ്യരെ കണ്ട് മനസ്സലിയുന്നവനായിരുന്നു എന്ന് വചനത്തിൽ കാണുന്നു. രോഗികളെ സൗഖ്യമാക്കി. അവൻ മനുഷ്യരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. വിശപ്പ് അവൻ അറിയാമായിരുന്നു. മരിച്ച ലാസറിൻ്റെ കല്ലറയ്ക്കൽ ലാസറിൻ്റെ സഹോദരിമാരോടൊത്ത് സങ്കടത്തിൽ കണ്ണീരൊഴുക്കിയവനായിരുന്നു. ഇങ്ങനെയെല്ലാമാണെങ്കിലും കർത്താവായ യേശു മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചിരുന്നു. നീ സത്യവാനാണ്, നീ ആരെയും ഗണ്യമാക്കാത്തവനാണ്, നീ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ് എന്ന് ഏവരും കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി പറയുന്നതാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയരെ, നമുക്കും ദൈവത്തിൻ്റെ വഴി അത് കലർപ്പില്ലാതെ മായമില്ലാതെ മറ്റു മോട്ടീവ്സ് ഒന്നുമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമുക്ക് സംസാരിക്കാം. ദൈവത്തിൻ്റെ വഴി അതിൽ നിന്നും ഗ്രഹിച്ച് നമ്മുടെ ജീവിതം വിജയകരമായ ഒരു ജീവിതമാക്കാം. അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെട്ട ഒരു ജീവിതമായി മാറട്ടെ.